നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്ക് ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കീഴിലാണ് നെയ്യാറ്റിൻകര പെരുമ്പയതൂർ സർവീസ് സഹകരണ ബാങ്ക്. നിക്ഷേപിച്ച 5 ലക്ഷം രൂപ മടക്കി നൽകാത്തതിനാലാണ് സോമസാഗരം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 3 മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങി. അവർ ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് അവർ വിടണ അല്ലാതെ ഒരു അനക്കവും ഇല്ല. പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അനക്കവും ഇല്ല. പണം കിട്ടാത്തതിൽ ചേട്ടന് വലിയ വിഷമം ഉണ്ടായിരുന്നല്ലേ? പ്രത്യേകിച്ച് മകളുടെ ആവശ്യത്തിനല്ലായിരുന്നു? മകളുടെ ആവശ്യത്തിന് വീട് പണിക്ക് വേണ്ടിയാണ് ഇട്ടിരുന്നത്. ഇപ്പം മോളെ കല്യാണമൊക്കെ അടുത്തു, എന്നിട്ട് ഇവർ പൈസ കൊടുക്കത്തില്ല. ഇതൊക്കെ അവിടെ 6 മാസം കൊണ്ടെന്ന് പറയുകയാണ് പരിപാടി. എനിക്ക് വീടില്ല, ഇന്നതാണ്. ഇപ്പം എനിക്ക് അതെല്ലാം പ്രശ്നം. എൻ്റെ മോളെ അയക്കണം, എനിക്ക് ആ പൈസ തരണം. ഇത് നിരന്തരം 6 മാസം കൊണ്ട് ചെന്ന് ഇവരോട് ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ ഇപ്പം ഭീഷണിയായി, നീ പഠിച്ച പോലെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ. അങ്ങനെയാണ് ഇപ്പം വന്ന വൈദ്യ ചെയ്ത്. ഞാൻ ചോദിച്ച അണ്ണ എന്തിനിങ്ങനെ ചെയ്തതെന്ന്. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിനക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇത്തരം പൈസ നിക്ഷേപിച്ചിങ്ങനെ ബാങ്കില്. ചോദിച്ചപ്പോൾ അവര് ഇങ്ങനെ ഒരു ഭീഷണി പോലെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ്, അതിന്റെ പ്രയാസം ഒന്ന് പറഞ്ഞ്. പണം നൽകിയില്ലെന്ന ആരോപണവുമായി ബാങ്കിനെതിരെ കൂടുതൽ നിക്ഷേപകർ രംഗത്തെത്തി. നേരത്തെ പറഞ്ഞോളൂ, ഞങ്ങൾ തരാമെന്ന് എന്നോട് മാനേജർ പറഞ്ഞു. ഞാൻ അതും പ്രകാരം വീട്ടിൽ പോയ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഇപ്പം പൈസ തരാനില്ല, ആരും അടയ്ക്കാറില്ല, വരുന്നില്ല, ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു വിടുന്നു. അതിന് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ നിങ്ങൾ വന്നാൽ കുറേശ്ശെ നിങ്ങൾക്ക് തരാം. അങ്ങനെ 2-4 മാസം കൊണ്ട് ഞാൻ വന്നപ്പോഴും 1500, 2500, 5000 രൂപ മാത്രം ഈ 53 എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പൈസയ്ക്കാണ് വന്നത്. ഇതേ എനിക്കറിയാവൂ. ഞാൻ 2 മാസത്തിന് മുന്നിലേ ചോദിച്ചിരുന്നു 50,000. അപ്പോൾ ഇവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു, ഏറ്റു പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. അവിടെ വന്ന് കൊടുത്തപ്പോൾ ഈ 50,000 ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തു തരാൻ ഇല്ല, നിങ്ങൾക്ക് ചില്ലറയായിട്ട് തരാൻ ഒരു നിവൃത്തിയില്ല. നൽകിയ വായ്പകൾ തിരിച്ചു കിട്ടാത്തതിനാൽ നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ലോണുകൾ തിരിച്ചു കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. മാക്സിമം എല്ലാം ലോണിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാള് ഇതുവരെ ഞങ്ങളോട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വരുമ്പോൾ ഞങ്ങൾ വരുന്ന കളക്ഷന്റെ ഒരു ഭാഗം കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഈ ഒരു രീതിയിലോട്ട് പോകുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടും ഇല്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, എപ്പോഴും വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മാഡം വരുമ്പോൾ പൈസ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ വരുമ്പോൾ കൊടുത്തിട്ടുമുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തും ചേർന്നു. അജീഷ്, നുള്ളിപ്പെറുക്കി സ്വരൂപിച്ചു വെച്ചതെല്ലാം ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആവശ്യകാലത്ത് അത് ആവശ്യപ്പെടുമ്പോൾ തിരികെ കിട്ടാത്തതിന്റെ മനോവേദന അതൊരു ജീവൻ എടുക്കുന്നതിൽ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് അപ്പുറത്തേക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഇതിന്റെ ആധികാരികത എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വളരെ ദുർബലമായ ഒരു വിശദീകരണമാണല്ലോ ബാങ്ക് നൽകുന്നത്. സുഹൈല്, ഈ സോമസാഗരം ഇത്രയും കാലം ജീവിച്ചത് കൃഷിപ്പണിയും അതേപോലെ തന്നെ മേസ്തിരിപ്പണിയും കൊണ്ടാണ്. ഈ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഈ കുടുംബം പോറ്റിയിരുന്നതൊക്കെ തന്നെ ഈ ചെറിയ ജോലി കൊണ്ടാണ്. ചെറിയ വരുമാനം ഉണ്ടായിട്ട് പോലും അദ്ദേഹം കുടുംബം പോറ്റി. ആ ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച തുകയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. 8 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ നിക്ഷേപമാണ്. 6 ലക്ഷം രൂപ ആദ്യം നിക്ഷേപിച്ചു, അതിൽ കുറച്ച് പണം ഇടയ്ക്ക് പിൻവലിക്കുകയുണ്ടായി. ഇപ്പോൾ മകനും 2 പേരാണ് ഉള്ളത്. ഇതിൽ മകളുടെ പഠനം ആവശ്യത്തിനും ഒപ്പം തന്നെ വിവാഹം ആവശ്യത്തിനും വീടും അറ്റകുറ്റപ്പണിക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം 6 മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ബാങ്കിനെ സമീപിച്ചത്. ഈ പണം ഒരുമിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് സോമസാഗരം പെരുമ്പഴതൂരിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് സമീപിച്ചത്. പക്ഷേ അപ്പോഴെല്ലാം ബാങ്ക് പറയുന്നത് ഒരുമിച്ച് ഈ തുക നൽകാനാവില്ല, കുറച്ച് ഗഡുക്കളായി നൽകാമെന്നായിരുന്നു. പക്ഷേ ഇത് ഒരുമിച്ച് കിട്ടണം, കാരണം വീട് വളരെ ദയനീയ അവസ്ഥയിലാണ്. അദ്ദേഹം ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ കക്കൂസടക്കം നിർമ്മിക്കണം, അങ്ങനെ വീട്ടിൽ പെയിന്റ് അടിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മകളുടെ വിവാഹാലോചന നടക്കുകയാണ്. അക്കാര്യത്തിലടക്കം പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് കിട്ടണമെന്നൊരു ആവശ്യമായിരുന്നു അദ്ദേഹം ബാങ്കിനെ അറിയിച്ചത്. പക്ഷേ ഒരുമിച്ച് കിട്ടാൻ നിർവാഹമില്ല എന്നായിരുന്നു ബാങ്ക് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചത്. ഇതിൽ അദ്ദേഹത്തിന് വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം ഏപ്രിൽ 19 അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അവിടെ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, സഹോദരിമാരും സുഹൃത്തുക്കളും അടക്കം അദ്ദേഹത്തോട്
തിരക്കിയപ്പോഴാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് മോശമായ പ്രതികരണം ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞത്. ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. നിലവിൽ ബാങ്കിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഈ ബാങ്ക് കൂടുതൽ പ്രവർത്തിക്കുന്നത് ലോണ് നൽകിയിട്ടാണ്. കൂടുതലും ലോണാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഈ ലോണുകൾ പലതും കിട്ടാതായിരിക്കുകയാണ് നിലവിൽ. ആ ഒരു സാഹചര്യത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ച ഈ പണം ഒരുമിച്ച് നൽകുവാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കരുവന്നൂരിന്റെയും കണ്ടല സഹകരണ ബാങ്കിന്റെയും ഒക്കെ വാർത്തകൾ വിവാദമായ സമയത്ത് കൂടുതൽ നിക്ഷേപകർ ഒരുമിച്ചെത്തി ഈ പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഒരുമിച്ച് എത്തിയപ്പോൾ ബാങ്ക് ഈ പണം ഒരുമിച്ച് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നാണ് ബാങ്ക് സെക്രട്ടറി നമ്മളോട് പറഞ്ഞത്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ സോമസാഗരത്തെ പോലുള്ളവർ 5 ലക്ഷം രൂപ അദ്ദേഹം ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചൊരു പണമാണ്. അതേപോലെ തന്നെ ഒരുപാട് നിക്ഷേപകർ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാം നിക്ഷേപം ചെറിയ തുകകളാണ്. അതായത് 1 ലക്ഷവും 50,000-വും 2 ലക്ഷം രൂപയൊക്കെയാണ്. ഇതെല്ലാം അവർ വർഷങ്ങളായിക്കൊണ്ട് അവർ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കൂലിപ്പണിക്കാരൊക്കെയാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇവരുടെ ഈ ചെറിയ പണം പോലും നൽകാത്ത വിധം ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിന് കാരണം എന്താണെന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയാണ് ഈ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ളത്. ഇനി അതടക്കമുള്ള ബാങ്കിന്റെ സാമ്പത്തികമായി എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ സോമസാഗരത്തിന്റെ അന്തിമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് മാരായമുട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസ് അന്വേഷണം നടക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ ബാങ്കിനെതിരെയുള്ള അന്വേഷണമായിരിക്കും നടക്കുക. സുഹേൽ, ശരി, സാധാരണക്കാരനാണ് സോമസാഗരം. ആ 5 ലക്ഷം രൂപ മിച്ചം വെച്ച് സ്വരൂപിക്കാൻ ആ പാവമെടുത്ത് പെടാപ്പട അത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത് കിട്ടില്ലെന്ന മനോവേദന ഈ ലോകത്ത് നിന്ന് തന്നെ മടങ്ങാനായി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഉത്തരം പറയേണ്ടത് ബാങ്കാണ്. ഇത്തരത്തിലുള്ള സഹകരണ കൊലപാതകങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സഹകരണ കൊള്ള അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇതിൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകട്ടെ. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് വന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരു മരണം കൂടി. മലപ്പുറം പടിഞ്ഞാറ്റുമുഴി സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, വിവരങ്ങൾ. സുഹൈൽ, മുഹമ്മദ് ഹനീഫ എന്ന 63-കാരനാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇദ്ദേഹം ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മുഹമ്മദ് ഹനീഫ. ഇതിനിടെ കുഴഞ്ഞു വീണതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആരോഗ്യനില മോശമായ ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. നിർജ്ജലീകരണമാണ് മരണത്തിന് കാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. മലപ്പുറം പോലീസ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടി, അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ഇപ്പോൾ ഹനീഫയുടെ സഹോദരങ്ങളായിട്ടുള്ള മൊയ്തുട്ടി, ഹംസ തുടങ്ങിയവരെല്ലാം തന്നെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് എത്തി അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുക. പടിഞ്ഞാറ്റുമുറി സ്വദേശിയാണ് അദ്ദേഹം. പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവം, വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സംസ്ഥാനത്ത് ഒരു മരണം കൂടി ഈ സൂര്യാഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്നു. ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ ചൂടിനെ ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ള കർശന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്, ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. സുഹൈൽ, ശരി, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പൊള്ളുന്ന ചൂടാണ്, ആവശ്യമായ മുൻകരുതലുകൾ എല്ലാവരും എടുക്കുക. മറ്റു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. കൊച്ചിയിൽ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട 30 പേരും എത്താത്തതിനാൽ RTO ഉദ്യോഗസ്ഥർ മടങ്ങി. പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ്, അഴുക്ക റോഡ്, 10 ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും. ഇതിന്റെ പണി പൈസ ആര് തരും? സർക്കാർ തരുമോ? മന്ത്രിക്ക് പലതും പറയാം. മന്ത്രിക്ക് പലതും പറയാം. മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന്. ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തിയുണ്ടോ? ഇവിടെയല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ? ഇതൊക്കെ ഒരു ന്യായം ഇല്ല കുട്ടി പറയണേന് ഇവർക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കോടതി പറഞ്ഞാൽ പിൻവലിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 4 മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും
ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ ഇത്. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന പാവങ്ങളെ കുറിച്ചാണ്. മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരയാറുണ്ട്. മരിച്ചു, ആ കുടുംബം താറുമാറി പോയി. വീടിന്റെ നാഥനായിരുന്ന ആൾ ആക്സിഡന്റിൽ മരിച്ചു. അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാധാരമാകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതൊരു അനീതിയാണ്, ഇതൊരു അഴിമതിയാണ്. ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണം എടുക്കാൻ, അനുകൂലിച്ച് നിലപാട്. കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുണ്ട്, ഈ തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ KSRTCയിൽ മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി, മദ്യപരിശോധന നടത്തി. 35-36 ആക്സിഡന്റാണ് ഒരാഴ്ചയിൽ നടന്നത്. ഒന്നുകൊണ്ടിരുന്ന 6 പേരെ, 5 പേരെ, 7 പേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത്. KSRTC ഇടിച്ചു മാത്രം കേരളത്തിൽ. പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം 25 ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണം എന്ന് പറയുന്ന 0 ആണ് മനസ്സിലാക്കണം. മരണം 0 ആയി. കാസർഗോഡ് ഈ മാസം 24-ാം തീയതി വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ റദ്ദാക്കി. കോവിഡ് വ്യാപനം കാരണമെന്ന വിശദീകരണമാണ് അപേക്ഷകർക്ക് ലഭിച്ചത്. അഖിൽ ഷാ തിരുവനന്തപുരത്ത് ചേർന്നു. അഖിൽ ഷാ, ഈ പരിഷ്കാരങ്ങൾ പറഞ്ഞ മുതൽ പ്രതിഷേധങ്ങൾ വന്നിരുന്നു. ഈ പ്രത്യക്ഷ പ്രതിഷേധം വരുമ്പോഴും അഴവിനില്ല എന്ന് ഉറപ്പിക്കുകയല്ലേ ഗതാഗത മന്ത്രി? കോടതി ഇടപെട്ടാൽ പിൻവലിക്കാമെന്നാണ് മറുപടി. വിശദാംശങ്ങൾ. സുഹേൽ, ഈ പ്രത്യക്ഷമായ സമരത്തിലേക്ക് നേരത്തെ തന്നെ ഈ CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ എത്തിയതാണ്. നമ്മൾ കഴിഞ്ഞ ഈ മാർച്ച് മാസത്തിലൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ പ്രതിഷേധം ഇവർ എത്തിച്ചിരുന്നു. അന്ന് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് പ്രത്യക്ഷമായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുന്ന തരത്തിലേക്ക് അവരുടെ സമരം കൊണ്ടുപോകുമെന്നുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്ന് സമരത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉൾപ്പെടെയുള്ളവർ സമരവുമായി രംഗത്ത് വന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണമുണ്ടായി. എല്ലായിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണമുണ്ടായി. ഈ ഉദ്യോഗാർത്ഥികൾ ഈ ടെസ്റ്റിന് വരേണ്ട ആളുകളൊക്കെ എത്താത്തതിൻ്റെ സാഹചര്യത്തിൽ ഈ MVD ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മറ്റ് തൊഴിലാളി സംഘടനകളും പറയുന്നത് ഇപ്പോൾ മന്ത്രി പുറത്തുവിട്ട അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് പുറത്തുവിട്ട സർക്കുലറിൽ പറയുന്ന ഒന്നും തന്നെ നിലവിൽ നടപ്പിലാക്കാൻ കഴിയില്ല. അവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് ആധുനിക രീതിയിൽ ഗ്രൗണ്ടുകൾ സജ്ജീകരിക്കണമെന്നാണ്. പക്ഷേ അത്തരത്തിൽ സജ്ജീകരിക്കാനുള്ള തുക സർക്കാർ എന്തുകൊണ്ട് ചെലവാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും സമരക്കാർ ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ 15 വർഷത്തിൽ കൂടുതൽ കാലയളവിൽ പ്രവർത്തിച്ച വാഹനങ്ങളൊന്നും തന്നെ ടെസ്റ്റിനായി ഉപയോഗിക്കരുതെന്നുള്ള നിർദ്ദേശമാണ്. പക്ഷേ അതും ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ ബാധ്യതയാകുന്നു, വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ തുടരും. അടുത്ത ദിവസങ്ങളിലും ബഹിഷ്കരണം തുടരുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വിശദാംശം നൽകിയത്. പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ വിനോദസഞ്ചാരത്തിന് പോയ മലയാളി സംഘം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. കോഴിക്കോട് നാദാപുരം സ്വദേശി PP സഫ്വാനാണ് മരിച്ചത്. സംഘത്തിലെ 15 പേരിൽ 12 പേരും മലയാളികളാണ്. പരിക്കേറ്റ 6 പേരുടെ നില ഗുരുതരമാണ്. നാദാപുരത്ത് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേർന്നു. അഭിജിത്ത്, ഈ മലയാളികളെല്ലാം സുഹൃത്തുക്കളാണോ? ഇവർ എങ്ങനെയാണ് ഇവിടുന്ന് ഏതെങ്കിലും ട്രാവൽ ഏജൻസിയുടെ അത്തരം ഭാഗമായാണോ കശ്മീരിലെത്തുന്നത്? വിശദാംശങ്ങൾ, പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? സുഹൈൽ, ജമ്മു കാശ്മീരിൽ ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ മരിച്ച സഫാൻ കോഴിക്കോട് നാദാപുരം ഈയങ്കോട് സ്വദേശിയാണ്. ഇന്ന് രാവിലെയോടെയാണ് സഫാന്റെ വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. വലിയ ഞെട്ടലിലാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെയുള്ളത്. ഇപ്പോൾ സഫാന്റെ വീട്ടിലേക്ക് ഈ വിവരമറിഞ്ഞ് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തും ആ ഒരു നടുക്കം കാണാം. കാരണം അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ്, മരണമാണ്. ഇക്കഴിഞ്ഞ വോട്ടെടുപ്പ് ദിവസം സഫാൻ നാട്ടിലേക്ക് എത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങിപ്പോയതാണ് സഫാൻ. അതിനുശേഷം തൻ്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പമാണ് ജമ്മു കാശ്മീരിലേക്ക് ഒരു വിനോദയാത്ര പോകുന്നത്. നമുക്കിവിടെ പ്രദേശവാസിയും വാർഡ് മെമ്പറും കൂടിയായ CK നാസർ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? സഫാന് ഇലക്ഷൻ്റെ തലേ ദിവസം നാട്ടിലേക്ക് വന്നതായിരുന്നു. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വോട്ട് കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കാശ്മീരിലേക്കുള്ള ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. പാലക്കാട് വെച്ചാണ് ജമ്മുവിലേക്ക് ട്രെയിനിലേക്ക് പോയത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പ്രത്യേകമായ ഒരു ട്രാവലിലേക്ക് പോകുന്നിടയിലാണ് രാത്രി ഏകദേശം ഒരു 9:30 മണി സമയത്ത് വലിയൊരു ലോറി വന്ന് ഇവരുടെ വാഹനത്തിനിടിക്കുകയും തൽക്ഷണം സഫാൻ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ ലഭിച്ചിട്ടുള്ളത്. സഫാൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അറിഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച് എംബാം കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മാർഗം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് സഫാൻ നാട്ടിലൊക്കെ വളരെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നൊരു
വിദ്യാർത്ഥിയായിരുന്നു. സഫ്വാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ്. വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ എല്ലാവർക്കും പ്രിയങ്കരനായി പ്രവർത്തിക്കുന്ന, എല്ലായ്പ്പോഴും ഒരു നിറപുഞ്ചിരിയോടുകൂടി മാത്രം ആളുകളെ സമീപിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ചെറിയ പ്രായത്തിൽ തന്നെ പ്രിയപ്പെട്ട സഫ്വാൻ. സുഹൈൽ, ഇങ്ങനെയാണ് ആ ഒരു എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്ന ഒരാളായിരുന്നു സഫ്വാൻ. ആ ഒരു വിയോഗത്തിന്റെ ഞെട്ടൽ തന്നെയാണ് എല്ലാവരുടെയും മുഖത്തുള്ളത്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക. സുഹൈൽ, മലപ്പുറത്ത് +1 സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. സർക്കാർ സ്കൂളിൽ 30%, എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കും. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. ഗിരീഷ്, എന്തൊക്കെയാണ് ക്യാബിനറ്റിന്റെ മറ്റു തീരുമാനങ്ങൾ, വിശദാംശങ്ങൾ? സുധീർ, +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് +1 സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്തത്. കഴിഞ്ഞ തവണയും മലപ്പുറത്ത് +1 സീറ്റുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇതേ അനുപാതത്തിൽ തന്നെ സർക്കാർ സ്കൂളുകളിൽ 30%, അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. കഴിഞ്ഞ തവണ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം മലപ്പുറം ജില്ലയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചവർക്ക് പോലും പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇത് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. 10ാം ക്ലാസിന്റെ പരീക്ഷാഫലം ഈ മാസം 8ാം തീയതിയാണ് പുറത്തു വരിക. ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഇപ്പോൾ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിന് ശേഷം, അതായത് റിസൾട്ട് വന്നതിന് ശേഷം പ്രവേശന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നിരിക്കുന്ന നിലപാട്. അപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഉചിതമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സുബൈ, ശരി, മെയ് 8 റിസൾട്ട് വന്നാൽ വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സീറ്റിലെ കുറവ് തന്നെയായിരിക്കും. അത് കുറവ് പരിഹരിക്കാൻ നേരത്തെ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയാണ് മന്ത്രിസഭ. മറ്റു വാർത്തയിലേക്കാണ്. എറണാകുളം പുത്തൻകുരിശ് തടിമില്ലിൽ തീപിടുത്തം. സബ് രജിസ്ട്രാർ ഓഫീസിന് എതിർവശത്തുള്ള കുഴിവേരിൽ തടിമില്ലിലാണ് രാവിലെ 11 മണിയോടെ തീപിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നു. വിഷ്ണു, തീ നിയന്ത്രണ വിധേയമാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ തീപിടുത്തം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈല, 11 മണിയോടുകൂടിയാണ് പുത്തൻകുരിശ് സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപമുള്ള കുഴിവേലിൽ തടിമില്ലിൽ തീപിടുത്തം ഉണ്ടായത്. തടികൾ കുത്തിയിട്ടിരുന്ന ഭാഗത്ത് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ഇതിന്റെ കാരണം ഫയർഫോഴ്സ് തേടുകയാണ്. നിലവിൽ പ്ലാവ്, ആഞ്ഞിലി മുതലായ തടികൾക്കാണ് തീപിടിച്ചത്. മറ്റിടങ്ങളിലേക്ക് പടരുന്നതിന് മുൻപ് തീ നിയന്ത്രണ വിധേയമാക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള കാരണം ഫയർഫോഴ്സ് പരിശോധിച്ചു വരികയാണ്. സുഹൈൽ, ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തീ നിയന്ത്രണ വിധേയമാണ്. മറ്റു വാർത്തയിലേക്കാണ്. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി. കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദത്തിന് പിന്നാലെയാണ് നടപടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ചിത്രം നീക്കിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. നിതിൻ അംബുജൻ ഡൽഹിയിൽ ചേർന്നു. നിതിൻ, ഇപ്പോൾ ഇത്തരത്തിൽ വിവാദം ശക്തമായ സമയത്ത്, രാഷ്ട്രീയ പോരടക്കം ഇതിൽ നിറയുന്ന സമയത്താണ് ഇപ്പോൾ കോവിഡ് വാക്സിനിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രവും പേരും മാറ്റുന്ന വിശദാംശങ്ങൾ? സുഹൈൽ, കോവിഡ് വാക്സിനേഷൻ BJPയുടെ രാഷ്ട്രീയ നേട്ടമായി തന്നെ, ഭരണ നേട്ടമായി തന്നെ ഉയർത്തിക്കാട്ടി BJP പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത് ആയുധമാക്കിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നത്. ഇത് രാഷ്ട്രീയ പ്രതിപക്ഷമെല്ലാം തന്നെ പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇത് ആയുധമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കോവിഷീൽഡിന്റെ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നതിനിടെയാണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കത്തെ ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്. 2022 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പ്രധാനമന്ത്രിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഈ ഒരു കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം 2 ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഇത്തരം ഒരു മാറ്റം എന്നത് ഈ വാദത്തെ എല്ലാം തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇതൊരു ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരം ഒരു മാറ്റം എന്നത് ശ്രദ്ധേയമാണ്. ശരി, 2 ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് പെരുമാറ്റച്ചട്ടത്തിന്റെ മറപിടിച്ചില്ലെങ്കിൽ ആ പേരിൽ കോവിഡ് വാക്സിനിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കാണാതായതിൽ ദുരൂഹത തുടരുന്നു. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ സച്ചിൻ ദേവ് MLA യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടുവെന്ന ആരോപണം ശുദ്ധ നുണയെന്ന് A റഹീം MP പറഞ്ഞു. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ
ഡിപ്പോയിലേക്ക് പോട്ടെ. ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിന് പിന്നാലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. MG പ്രതീഷ്, ഇപ്പോൾ ഈ വിവാദം എത്തി നിൽക്കുന്ന മെമ്മറി കാർഡിലാണ്. സകലതും കണ്ടത് അല്ലെങ്കിൽ എല്ലാ തെളിവുകളും അടങ്ങിയ മെമ്മറി കാർഡ് എവിടെയെന്ന കേസെടുത്ത അന്വേഷണത്തിൽ പുരോഗതി വല്ലതുമുണ്ടോ? വിവരങ്ങൾ. സുഹൈൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാകുന്നത് ബസ്സിനുള്ളിലെ ഈ ദൃശ്യങ്ങളാണ്. പക്ഷേ ഈ മെമ്മറി കാർഡ് എവിടെ പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും KSRTCക്കോ പോലീസിനോ കൃത്യമായൊരു ഉത്തരമില്ല. തമ്പാനൂർ പോലീസാണ് നിലവിൽ KSRTCയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ആരെങ്കിലും ബോധപൂർവം എടുത്തു മാറ്റി എന്നുള്ളൊരു പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. പക്ഷേ അത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും നിലവിൽ തമ്പാനൂർ പോലീസാണ് ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചത്. ഈ ഡിപ്പോയിലുള്ള ജീവനക്കാർ ഒപ്പം ഇവിടെയുള്ള CCTVകൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ കേസിൽ ഒരു തുടർ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ബസ് നിയമലംഘനം നടത്തിയോ മോശമായി മേയറോട് ഡ്രൈവർ പെരുമാറിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ദൃശ്യങ്ങളിലൂടെ സ്ഥിരീകരിക്കാൻ കഴിയാവുന്നതായിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങൾ നിലവിൽ അപ്രത്യക്ഷമാണ്. ഇതിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നതാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് യദുവിന്റെ പരാതിയിൽ മേയർക്കും സംഘത്തിനും എതിരെ പോലീസ് കേസെടുക്കാത്തതെന്ന് ഈ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. ഇതിൽ പോലീസിനും ഒപ്പം KSRTCക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് പല കോണുകളിൽ നിന്നും നടക്കുന്നത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇരുഭാഗത്തിന്റെയും വീഴ്ചകൾ കണ്ടെത്തി ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട മേയർക്കെതിരെ വലിയ സൈബർ അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ 3 കേസുകളാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ 2 കേസുകളും ഇന്ന് 1 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയും ഈ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു അന്വേഷണം കന്റോൺമെന്റ് പോലീസിന്റെയും സിറ്റി സൈബർ പോലീസിന്റെയും തമ്പാനൂർ പോലീസിന്റെയും നടക്കുന്നുണ്ട്. ഇതിന് പുറമെ ഗതാഗത മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണവും നടന്നു വരികയാണ്. സുഹൈൽ, സൈബർ അധിക്ഷേപത്തിൽ 3 കേസുകൾ എടുത്തിരിക്കുന്നു. മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ഹസൻ MP പ്രജ്വൽ ദേവണ്ണയ്ക്ക് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പ്രത്യേക അന്വേഷണ സംഘം. JDS നേതാവും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രാജ്യം വിട്ടെന്നാണ് വിവരം. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ ചേരുന്നു. അരുൺ, ഈ നയതന്ത്ര പാസ്പോർട്ട് അടക്കം പിൻവലിക്കണമെന്ന ആവശ്യം ഈ കർണാടക മുഖ്യമന്ത്രി ആദ്യം ഉയർത്തിയിരുന്നു. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. എങ്ങനെയും എത്രയും വേഗത്തിൽ പ്രജ്വലിനെ നാട്ടിലെത്തിക്കുക എന്ന് തന്നെയല്ലേ ലക്ഷ്യം? വിവരങ്ങൾ സൂചിപ്പിച്ചത് തന്നെയാണ്. എത്രയും വേഗം ആ പ്രജ്വലിനെ നാട്ടിലെത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതിന്റെ ഭാഗമായി പല നടപടികളാണ് അന്വേഷണ സംഘം സ്വീകരിച്ചു വന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നയതന്ത്ര പാസ്പോർട്ട് ഉൾപ്പെടെ റദ്ദാക്കണമെന്ന് കർണാടക സർക്കാർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിൽ നേരത്തെ തന്നെ പോലീസ് അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രജ്വലിനും പിതാവ് HD രേവണ്ണയ്ക്കും നോട്ടീസ് നൽകിയതാണ്. എന്നാൽ ആ നോട്ടീസിന് മറുപടിയായി 7 ദിവസത്തെ സാവകാശമാണ് പ്രജ്വൽ ആവശ്യപ്പെട്ടത്. നാട്ടിലെത്താൻ 7 ദിവസത്തെ സാവകാശം വേണമെന്ന് അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതിനടുത്ത നടപടി എന്നോണമാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് പ്രജ്വലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയുണ്ടാകൂ. കാരണം മത്സരിച്ച് വോട്ടെടുപ്പും കഴിഞ്ഞ് മുങ്ങിയ പ്രജ്വലിനായുള്ള അന്വേഷണം തുടരുകയാണ്. ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് കർണാടക സർക്കാർ. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത്. ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകും.